ഔലിയാക്കന്മാരെ വിളിക്കണം എന്ന് പഠിപ്പിച്ചത് ആരാണ്? പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത്. ഔലിയാക്കളെ വിളിക്കണം എന്ന് പഠിപ്പിച്ചത് ആരാണ്? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അവരല്ലാന്റെ വലിയാണ്. അല്ലാഹ് കൊടുക്കണ കറാമത്ത് കൊണ്ട് അവർ നമ്മളെ സഹായിക്കും എന്നുള്ള നിലക്ക് വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് ആരാണ്? ആ ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും നമ്മളെ ആവശ്യങ്ങൾ പറയണം. പറയാത്തവൻ ഒരു ശരിയായ മുസ്ലിം ആവൂല. ഇനി അങ്ങനെ ആരെങ്കിലും പറയാത്തവൻ ഉണ്ടെങ്കിൽ ഞാനത് പറയൂല, റസൂലുള്ളാഹിനോട് പറയൂല, അമ്പിയാക്കന്മാരോട് നേരിട്ട് ഞാൻ പറയൂല, അള്ളാഹിനോട് മാത്രമേ പറയുള്ളൂ. അങ്ങനെ ആരെയും പറയണോലുണ്ടെങ്കിൽ നാളെ മഹ്ശറയിൽ എല്ലാവരും പറയേണ്ടി വരും. അമ്പിയാക്കളോട് പറയേണ്ടി വരും, സങ്കടം പറയേണ്ടി വരും. ഉറപ്പാണ്. ഒരൊറ്റ കുട്ടി ദുനിയാവിൽ കിബറും വാശിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നാളെ മഹ്ശറയിലെത്തുമ്പോ റസൂലുള്ളാഹിനോട് പറയേണ്ടി വരും. എല്ലാ സ്വഹാബികളും അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചവരാണ് എന്നു മാത്രമല്ല എല്ലാ നബിമാരും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാ നബിമാരും അവർ തവസ്സുലാക്കിയവരാണ്. ബിനബി ആഖിരിസ് സമാൻ, തഫ്സീറുൽ ബൈളാവി, തഫ്സീർ അർ-റാസി, അങ്ങനെയുള്ള എല്ലാ കിതാബുകളിലും അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നബിമാരും, മുൻകാലത്തുള്ള നബിമാരൊക്കെയും എല്ലാ അമ്പിയാക്കന്മാര് അവരല്ലാഹുവിനോട് തേടിയപ്പോഴേ എങ്ങനെയാ തേടിയത്? അവരല്ലാഹ് നബി ആഖിരിസ് സമാൻ, പെരിപ്പം പാടപ്പെല്ലാം ഓരോ മുത്താലേ, പെരിയോനമൈത്ത് തൻ ഖുദ്റത്താലേ, അരിപ്പം മീകും ആലം അർവാഹകി, ആലം മിസാൽ ആലം അജ്സമാകി, അരശ് പുരൈന്തലമിൻസാനാക്കി, അതിൽ സിറാദിയിൽ അനേകം സിററിവുമാക്കി, ഉരയും മിനന്നസുത്തിലൽ ജംഹൂത്തി ഉഗമേ പാലേ ഗൈബാക്കിന അലത്തി ആക്കി അഹ്മദും മുഹമ്മദും നേ അരിമാതിരുപേർ ബെത്തവൻ പുകഴ്ന്നേ, ആക്കം അർവാഹും പല ഖൽഖിലേ, അവരാൽ ഗുണം കിട്ടി സർവ്വതിലേ. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിന്റെ തുടക്കത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുകയാണ്. എന്ത് പെരിപ്പം പടപ്പെല്ലാം ഒരു മുത്താലെ. എല്ലാ പടപ്പിനെയും പടച്ചത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു മുത്തിന് വേണ്ടിയാണ്. ഏതാണ് മുത്ത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കാനാണ്. ആ റസൂലുള്ളാഹിന്റെ മഹത്വം സൃഷ്ടികൾ മനസ്സിലാക്കാനാണ്. അതാണ് അരിപ്പം പടപ്പെല്ലാം പെരിപ്പം പടപ്പെല്ലാം ഒരു മുത്താലെ. ആ ഒരു മുത്തുണ്ടല്ലോ, ആ മുത്തായ തങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഏതാ മാസം? ഇത് റബീഉൽ ആഖിർ മാസം. ഏതാ മാസം? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒരു ഉഷാറാണ്. മറ്റേ നിങ്ങൾ മുണ്ടാതിരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ഒക്ടോബർ മാസം എന്ന് പറഞ്ഞോളി, അല്ലെങ്കിൽ ചിങ്ങമാസം എന്നോ കന്നി മാസം എന്നോ. കാരണം എനിക്കറിയില്ല ഇത് ചിങ്ങാണോ കന്നിയാണോ കറക്ക. ഏതെങ്കിലും ഒന്നിന്റെ പേര് നിങ്ങൾ പറഞ്ഞോളി. മുണ്ടാതങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇടങ്ങേറാണ്. അല്ലാഹു തആല നല്ല ഉറക്കനെ ദിക്ർ ചൊല്ലാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഈ റബീഉൽ ആഖിർ മാസത്തിൽ മുഹീദ്ദീൻ ശൈഖിന്റെ വഫാത്തായ മാസം അല്ലേ? എന്താണ് നമ്മളെ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്? മുത്താൽ പടച്ചേതോ നീയാവിൽ നിൽക്കും നാൾ, മൂപ്പർ മുഹീദ്ദീൻ കാവലിൽ ഏകല്ലാഹ്, കാലം അസ്റായീൽ മൗത്ത് വാങ്ങും നാളിൽ, കരുത്തർ മുഹീദ്ദീൻ കാവലിൽ ഏകല്ലാഹ്.
കാവൽ ഞങ്ങൾക്ക് നൽകണമെന്ന് അള്ളാഹിനോട് ചോദിക്കുകയാണ്. അങ്ങനെ സ്വഹാബികൾ ചോദിച്ചത് റസൂലുള്ളാഹിയുടെ കാവൽ, അമ്പിയാക്കളെ കാവൽ ഞങ്ങൾക്ക് വേണമെന്ന് അള്ളാഹിനോട് ചോദിച്ചത് സ്വഹാബികൾ ചോദിച്ചത് നമ്മൾ ഹദീസിൽ കണ്ടിട്ടുണ്ട്. അതുമാത്രല്ല, അഊദു ബികലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളാണ് കലിമാത്ത് എന്ന് പറയുന്നത്. ഇമാം റാസി തങ്ങളെ ഒരു തഫ്സീർ അങ്ങനെയാണ്. അപ്പൊ അമ്പിയാക്കളോട് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, എന്റെ സൗണ്ട് കേൾക്കുന്ന പകരപ്പള്ളി മൂലയിലെ പെങ്ങളെ, മറ്റു സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാനാണ് എല്ലാ പടപ്പുകളെയും അല്ലാഹു തആല നിയോഗിച്ചത്. റസൂലുള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കാനാണ്. അള്ളാഹിന്റെ ഹബീബ്, അള്ളാഹിന്റെ ഹബീബായ, ചെറിയ ചൂടുള്ളത് കൊണ്ട് എന്തായി തലക്കെട്ട് ഒഴിവാക്കണം. തല അർഫു ലൈഫ്, തലക്കെട്ട് കവി, അങ്ങനെയാണ് നമ്മൾ ഉസ്താദ്മാരുടെ ഭാഷയിൽ പറഞ്ഞത്. അപ്പൊ അല്ലാഹു തആല നമ്മളെ തലക്കും നമ്മളെല്ലാത്തിനും ബർക്കത്ത് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹിനെ നമ്മൾ അറിയണം, എല്ലാ മഖ്ലൂഖും അറിയണം, എല്ലാ സൃഷ്ടികളും അറിയണം. അതിനാണ് ആക്കി അഹ്മദും മുഹമ്മദും നേ അരിമ തിരുപേർ ബത്തവൻ പുകഴ്ന്നേ ആക്കം അർവാഹും പല ഖൽഖിലേ അവരാൽ ഗുണം കിട്ടി സർവ്വതിലേ, അവരാൽ ഗുണം കിട്ടി സർവ്വതിലെ. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞില്ലേ, വ മുഹമ്മദുൻ ലഇല്ലാ. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞതാണ്, ശാഫിഈ തങ്ങൾ പറയാണ് ഇല്ലാ വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹു. ശാഫിഈ ഇമാമിന്റെ ഒരു കലാമാണ്, അത് മുഴുവൻ എനിക്ക് ഹിഫ്ദില്ല. ലാസ്റ്റ് പറയാണ് റസൂലുള്ളാഹ് കാരണമായിട്ടല്ലാതെ ഏത് ഖൈർ ആർക്ക് വന്നാലും അതിന്റെ മുഴുവൻ കാരണക്കാരൻ ആരാണ്? ഇല്ലാ വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹു. ഞാനിവിടെ പ്രസംഗിക്കുന്നു, അത് എന്തുകൊണ്ടായി പ്രസംഗിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയത് റസൂലുള്ളാഹിന്റെ മദദാണ്, റസൂലുള്ള സബബായിട്ടാണ്. എല്ലാത്തിന്റെ സബബ് ആരാണ്? റസൂലാണ്. അവരാൽ ഗുണം കിട്ടി സർവ്വതിലെ. അബൂജഹലിന് റസൂലുള്ളാഹിനെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റിയിട്ടുണ്ട്, ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും. അതിൽ അള്ളാന്റെ ഔലിയാക്കന്മാര്, നിങ്ങൾ നോക്ക്, ഔലിയാക്കന്മാര് ആരാണെന്നറിയോ? ഏതൊരു നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളായാലും എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതുപോലെ, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതുപോലെ, സഅദുദ്ദീൻ അത്തഫ്താസാനി തങ്ങൾ പറഞ്ഞതുപോലെ, മറ്റെല്ലാവരും പറഞ്ഞതുപോലെ, ഏതൊരു വലിയും ലികുല്ലി വലിൻ ലഹു ഖദമു വഇന്നി على قدم النبي بدر الكمال എല്ലാ വലികളും ഓരോ നബി വാശി ഞാനെന്റെ സിബാവ കാൽവാശി എന്നോവർ. ഏതൊരു വലിയും ആ നബിയുടെ, അവരുടെ നബി ആരാണോ ആ നബിയുടെ മഹത്വം ഇവിടെ ഉദ്ഘോഷിക്കുന്നവരാണ് എന്ന് വന്നാൽ ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണ്? ഈസാ നബിയുടെ ഉമ്മത്തായ ഹവാരികളല്ല, സുലൈമാൻ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു തആല അൻഹു അല്ല, മറ്റമ്പിയാക്കന്മാരുടെ ഉമ്മത്തിലുള്ള ഔലിയാക്കൾ അല്ല. ഏറ്റവും വലിയ മഹത്വമുള്ള ഔലിയാക്കൾ ആരാണ്? നമ്മളെ റസൂൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാം റാഹത്താക്കട്ടെ. മൂപ്പർക്ക് ഒരു ഗ്ലാസ് മോനെ, വളണ്ടിയർമാരവിടെ ഒരു വെള്ളം എന്തെങ്കിലും കൊടുക്കും മൂപ്പർക്ക്, അതാ അല്ല ഇയാൾ കൊടുക്കും, ഞാൻ പറഞ്ഞാക്കി. അൽഹംദുലില്ലാഹ്. ആ പച്ചക്കുപ്പായിട്ട മൂപ്പരെ വലത്തെ ഭാഗത്തിരിക്കുന്ന ആൾക്ക് എല്ലാ ക്ഷീണമുണ്ട്. അല്ലാഹു തആല മൂപ്പരിന്ന് പണിക്ക് രാവിലെ ഒക്കെ പണിക്ക് പോയിട്ട് വെയിൽ കൊണ്ടുവെന്നാണ് തോന്നുന്നത്. അല്ലാഹു എല്ലാ ക്ഷീണങ്ങളും മാറ്റി കൊടുക്കണേ. എന്താ മൂപ്പരെ പേര്? ആ മറ്റേ മർക്കസിന്റെ തൊപ്പിട്ട ആളെ വലത്തെ ഭാഗത്തിരിക്കുന്ന ആള്, ആ നിങ്ങളെ മൂപ്പരെ പേരെന്താ?
മൂപ്പർക്ക് കൊടുക്കി കുടിക്കിച്ചോളി, ബിസ്മി ചൊല്ലി കുടിച്ചോളി. റസൂലുള്ളാഹിന്റെ പേരാണത് റഹ്മാൻ. റഹ്മാൻ റഹീം. അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഐനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ അതിൽ പെട്ടിട്ടുണ്ട്. ബിസ്മിയിൽ അള്ളാഹിന്റെ റസൂലില്ലാത്ത ഒരു ആയത്തുമില്ല, അള്ളാഹിന്റെ റസൂലില്ലാത്ത ഖുർആനുമില്ല, അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹില്ലാത്ത ഒരു തൗറാത്തുമില്ല, ഒരു ഇഞ്ചീലുമില്ല, ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് അതിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം എന്തേ പറഞ്ഞു അറിയോ? ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്തുള്ളവർ അതാരാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളാണ്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഫാത്തായിട്ട് 886 കൊല്ലമായി. എത്ര കൊല്ലായി? 886 കൊല്ലം. അൽഹംദുലില്ലാ, നിങ്ങൾ എല്ലായിടത്തും മുന്നിലുണ്ടാവും. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിങ്ങളെ മുന്നിലാക്കട്ടെ. ഈ സഹോദരന്റെ പേരെന്താ? അബ്ദുൽ കരീം. ഞാൻ പോണോടത്തൊക്കെ മൂപ്പരുണ്ടാവും. ഈ തിരൂരിന്റെ ഭാഗത്ത്, വൈലത്തൂരിന്റെ ഭാഗത്ത് അത് മുന്നിലുണ്ടാവും. അല്ലാഹു തആല ഖൈറായ വിഷയത്തിലൊക്കെ മുന്നിലാക്കണേ അല്ലാഹ്. 886 കൊല്ലായി. കാരണം അവര് വഫാത്തായത് ഹിജറയുടെ എത്രാമത്തെ കൊല്ലത്തിലാണെന്നറിയോ? 561-ലാണ്. ഇത് 1447. അപ്പൊ 886 കൊല്ലമായി. ആര്? ശൈഖ് അവർകൾ വഫാത്തായിട്ട്. അവര് വലിയ സ്ഥാനമുള്ള ആളാണ്. ആര്? ശൈഖ് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ്. അല്ലേ? ഈ ബഹുമാനപ്പെട്ടവരെ ദറജയ്ക്ക് അതൊരു ലിമിറ്റില്ല. അല്ലേ? പിന്നിൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ അല്ലാ തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. മഹാനവർകൾ വഅദ് പറയുമ്പോ ഈ പാവപ്പെട്ട മുസ്തഫ വഅദ് പറയും പോലെ അല്ല. ആവണ്ണം ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഓരാണ്ട് കാലം പോറുത്ത് നടന്നോവർ. ഒറ്റ കൊല്ലത്തിന് ഒരു ഭക്ഷണമില്ല. അത് നമ്മളെ കൊണ്ട് കഴിയോ? കഴിയൂല. അത് അള്ളാന്റെ ഔലിയാക്കന്മാരെ കൊണ്ടേ കഴിയുള്ളൂ. അള്ളാന്റെ ഔലിയാക്കള് അമ്പിയാക്കളെ കൊണ്ടേ കഴിയുള്ളൂ. ഞാനൊരു കിതാബിൽ കണ്ടിട്ടുണ്ട്. അതാ കിതാബ് അൽ അജ്സാദുൽ അജീബ വൽ അബ്ദാനുൽ ഗരീബ. നമ്മളെ നാട്ടുകാരനായ അബ്ദുറഹ്മാൻ ബാവ മലൈബാരി ഉസ്താദിന്റെ കിതാബാണ്. അതിൽ ഒരു മഹദിയുടെ ചരിത്രം പറയുന്നുണ്ട്. മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ, ഒരു വെള്ളം കുടിക്കാതെ 5 മാസത്തിലധികം ജീവിച്ചു ഒരു മഹദി. വലിയത്തായ മഹദി. അത് അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനൊക്കെ അള്ള കൊടുക്കും. അതിലൊന്നും മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് സംശയിക്കേണ്ടതില്ല. അതല്ലേ റസൂലുള്ള പറഞ്ഞില്ല, യുത്ഇമുനി റബ്ബി, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും പടച്ച റബ്ബി എനിക്കതിന്റെ ഖുവ്വത്ത്, ഭക്ഷണം കഴിച്ച ഖുവ്വത്ത് നൽകുന്നുണ്ട്. ഈ യുത്ഇമുനി റബ്ബി, എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, എനിക്ക് വെള്ളം നൽകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും വെള്ളം കുടിക്കണ മാതിരിയുള്ള ആഫിയത്ത് റബ്ബി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വിസ്വാലും നിങ്ങളെ വിസ്വാലും കൂടി നിങ്ങൾ എന്താ കണ്ട, നിങ്ങൾ അത് കൂട്ടിച്ചേർക്കണ്ട. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മഹാനായ ശൈഖുനാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആരാണ്? അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരോ അവരുടെ മജ്ലിസിൽ ഹദീറാകുന്നോവർ. അമ്പിയാക്കൾ അർവാഹ് വരും. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ വരുന്നു? അല്ലേ? ഹജ്ജത്തുൽ വദാഇൽ ഇബ്നു സുന്നിയുടെ റിവായത്തിലുണ്ട്. ഹജ്ജിന് വേണ്ടി റസൂലുള്ളാഹ് പോയപ്പോ മിനായിൽ റസൂലുള്ളാഹ് അങ്ങനെ നിൽക്കുക. സ്വഹാബത്തിനോട് പറയാണ്, എന്താ പറയണേ? അങ്ങോട്ട് നോക്ക്, അതാ കുതിരപ്പുറത്ത് വരുന്നേ.
ആരാ വരുന്നത്? യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് നബി കുതിരപ്പുറത്താ വരുന്നത് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സ്വഹാബത്ത് കണ്ടിട്ടില്ല. ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ റിവായത്താണ്. അപ്പൊ അമ്പിയാക്കള് വരും, പിന്നെ ആര് വരും? ഔലിയാക്കന്മാര് വരും, മലായിക്കത്ത് വരും. അങ്ങനെ തന്നെ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല എഗ്ഗിന്റെ പബ്സ് ഇവിടുത്തെ പ്രവർത്തകന്മാർ ഓഫർ ചെയ്തത് ഇവിടെ കിട്ടും. എല്ലാവരും സബൂറായിക്കോളി. ഇവിടുന്ന് എഗ്ഗിന്റെ പബ്സ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർഗത്തിലെ പബ്സ് കിട്ടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ. സംഗതി കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്. വേഗം കൊടുക്കണം, വേഗം കഴിക്കണം. അപ്പോ അങ്ങനെ തന്നെ മലായികത്തന്മാരും അവരുടെ മജ്ലിസിൽ ഹദീറാകുന്നവർ ആവണ്ണം നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നവർ. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് വരും. എവിടെ? മുഹീദ്ദീൻ ശൈഖിന്റെ മജ്ലിസിൽ. മൊയ്ലിയാരെ അതെങ്ങനെ വരിക? റസൂലുള്ളാഹി വഫാത്തായി പോയില്ലേ? അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വരുമെന്ന് ഖുർആനിലുണ്ട്. അമ്പിയാക്കൾ വരുമെന്ന് ഖുർആനിലുണ്ട്. സ്വാലിഹീങ്ങൾ വഫാത്തായാലും വരും, വഫാത്താകുന്നതിന്റെ മുമ്പും വരും. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ജനിക്കണതിന്റെ മുമ്പ് തന്നെ 7ാമത്തെ ആകാശ ലോകങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയപ്പോ തഫ്രീഹുൽ ഖാത്തിർ തുടങ്ങിയ കിതാബുകളിൽ മഹാന്മാര് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഫ്രീഹുൽ ഖാത്തിർ അടക്കമുള്ള കിതാബുകളിലുണ്ട്. മിഅ്റാജിന്റെ രാവിൽ അന്ന് അല്ലാഹുവിന്റെ ആര് മുഹീദ്ദീൻ ശൈഖ് ജനിച്ചിട്ടുണ്ടോ? ഇല്ല. ജനിക്കണതിന്റെ മുമ്പ് തന്നെ മിഅ്റാജിന് നബി തങ്ങൾ പോയ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു. ഇത് നിങ്ങളെ കുട്ടിയാണ്, അബ്ദുൽ ഖാദിറാണ്. ഖുർആനിലുണ്ടോ? ഉണ്ട്. എവിടെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله عز وجل. തൊള്ളിയില് കോയിമുട്ടല്ലാത്തോലൊക്കെ ചെല്ല് സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹ് ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പകരക്കാരനായാൽ മതിയായിരുന്നു. പകരക്കാർക്ക് പകരം ഇല്ല. കാരണം വയല് തുടങ്ങിയത് മുതൽക്ക് തന്നെ പപ്സ്, കോയിമുട്ട, ചായ, ഇനി എന്താ അല്ലാഹു തആല ഒക്കെ വലിയ ബർക്കത്താക്കി തരട്ടെ. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم. മുതഅല്ലിമീങ്ങളെ ഒന്നും വേണ്ട. ഇബ്നു ഖയ്യിമിന്റെ കിതാബ് റൂഹിന്റെ തുടക്കത്തിൽ അയാൾ സുന്നിയൊന്നുമല്ല, ഇബ്നു തീമിയയുടെ ശിഷ്യനായ ഇബ്നു ഖയ്യിം അയാളെ കിതാബ് റൂഹ് എന്ന് പറഞ്ഞ കിതാബുണ്ട്. അതിന്റെ തുടക്കത്തിൽ ഈ ആയത്ത് കൊടുത്തിട്ട് പറയാണ്, അയാൾ പറയാ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഇമ്മത്തും പറഞ്ഞത് തന്നെ അയാളും പറയണത് അവിടെ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. അതേ അല്ലാഹനെ ഒരാള് അനുസരിച്ചാൽ, യഥാർത്ഥ മുഅ്മിനായാൽ, റസൂലുള്ളാഹിനെ വഴിപ്പെട്ടാൽ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അങ്ങനെ അല്ലാഹനെ വഴിപ്പെട്ട യഥാർത്ഥ മുഅ്മിനീങ്ങള്, റസൂലുള്ളാഹിനെ അനുസരിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങള്, മഅല്ലദീന അൻഅമല്ലാഹ്, അല്ലാഹ് പൊരുത്തപ്പെട്ട മിനൻ നബിയീന, നബിമാരെ കൂടെയാണ്, വസ്സുദ്ദീഖീന, സുദ്ദീഖീങ്ങളെ കൂടെയാണ്,
ശുഹദാക്കളെ കൂടെയാണ്, സ്വാലിഹീങ്ങളെ കൂടെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഇമാമിയങ്ങളും പറഞ്ഞത് തന്നെയാണ്. കിതാബുർ റൂഹ് എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തില് ഈ ആയത്ത് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം പറയാണ്, മഅല്ലദീന, അമ്പിയാക്കളെ കൂടെയാണ്, സ്വാലിഹീങ്ങളെ കൂടെയാണെന്ന് പറഞ്ഞാൽ അത് ദുനിയാവില് മാത്രമല്ല. ആ അമ്പിയാക്കൾ നമ്മളെ കൂടെയാവുക എന്ന് പറയുന്നത് അത് ദുനിയാവില് മാത്രല്ല, ആഖിറത്തിലുണ്ട്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ചത് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിനോട് സ്വർഗ്ഗം ചോദിക്കുന്നതും റസൂലുള്ളാഹിനെ കൊണ്ട് ഗുണം കിട്ടുന്നതും ദുനിയാവിലെ മാത്രമല്ല, ആ മഅല്ലദീന എന്ന് പറഞ്ഞ മഅയ്യത്ത്, കൂടെയാവുക എന്ന് പറയുന്നത് ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹിന്റെ തുടക്കത്തിൽ പറയാണ്. ആ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും മൗലിയാക്കളും ശുഹദാക്കളും അവര് കൂടെയാവുക എന്ന് പറയുന്നത് മഅയ്യത്ത് അത് ദുനിയാവിലെ മാത്രമല്ല, ഖബറിലെ ബർസഖിയായ ലോകത്തും അമ്പിയാക്കളെ സഹായമുണ്ടാകും, സ്വാലിഹീങ്ങളെ സഹായമുണ്ടാകും. നിങ്ങൾ നോക്കി, 800 ചില്ലുവാനം കൊല്ലമായില്ലേ ശൈഖവർകൾ വഫാത്തായിട്ട്. ഓരോ കൊല്ലം ഈ ബഹുമാനപ്പെട്ട ശൈഖവർകളുടെ ദർജകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊള്ള കൊണ്ട് വായ കൊണ്ട് പബ്സ് തിന്നോളി, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ചെവി കൊണ്ട് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കൂലേ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ തല കുലിക്കല്ലോ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊരു സന്തോഷമാണ്. വയല് പറഞ്ഞാക്കും ഒരു സന്തോഷം, തല കുലിക്കുക. നിങ്ങളെ പേര് മുഹമ്മദ് അല്ലേ? മുഹമ്മദ് ഹബീബുല്ലാഹ്. അള്ളാഹിന്റെ ഹബീബിനെ പ്രിയം വെക്കാൻ ഈ ഹബീബിനിക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ അങ്ങനെയാണ് അല്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട ശൈഖവറുകള് എന്നോട് ഏകൽ ഓടയാവൻ തന്തേകൾ അകുന്ന് ഞാൻ ചൊൽകിൽ അകും ആദ്യം നോവ് ചൽബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസി സമദാനി. സുഹൃത്തുക്കളെ, ഇടയ്ക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതി. അള്ളാന്റെ ഔലിയാക്കന്മാര് പല ദർജകളാണ്. അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും ഒരേമാതിരിയല്ലല്ലോ. ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ് ആര്? സയ്യിദുന മൂസ അലൈഹിസ്സലാം. മൂസാ നബിയെ നമ്മൾ മറക്കാൻ പറ്റൂല. വഫാത്തായ മൂസാ നബിനെ കൊണ്ട് നമുക്ക് വലിയ ഉപകാരം കിട്ടിയിട്ടുണ്ട്. വഫാത്തായ മൂസാ നബിയല്ലേ മിഅ്റാജിന്റെ രാവിൽ 6ാമത്തെ ആകാശത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുക. എന്നിട്ട് എന്തേ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു 50 നേരം നിസ്കാരം ഫർളാക്കിയിട്ടുണ്ട്. മൂസാ നബി പറഞ്ഞു, നിങ്ങളെ ഉമ്മത്തിനെ കൊണ്ട് പറ്റൂല, കഴിയില്ല, ചുരുക്കിത്തരാൻ പറയണേ നബിയെ. അങ്ങനെ 9 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചുരുക്കി 5 വഖത്താക്കി. ഈ 50 വഖത്തുള്ളത് 5 വഖത്താക്കിയത് വഫാത്തായ നബിയെ കൊണ്ട് കിട്ടിയ ഗുണ. ഏത് നബിയെ കൊണ്ട്? മൂസ അലൈഹിസ്സലാം. വഫാത്തായവരെ മറക്കാൻ പറ്റൂല, എന്റെ വാപ്പാനെ ഞാൻ മറക്കാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ എന്റെ വാപ്പാന്റെ കൂടെ ഞാൻ ഒരുമിച്ച് കൂടുന്നത് വരെ മറക്കാതെ ആ വാപ്പയ്ക്ക് വേണ്ടി മരിക്കണീന്റെ മുമ്പും മരിച്ചതിന്റെ ശേഷം ഫാത്തിഹ ഓതാൻ, ഖുർആൻ ഓതാൻ. ഞങ്ങൾക്കൊക്കെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഉമ്മമാരെ ഓർക്കാൻ, വാപ്പമാരെ ഓർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങൾ മരിച്ചാലും ഖുർആൻ ഓതും, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? ഏറ്റവും വലിയ അപ്പൊ മൂസാ നബി ഉലുൽ അസ്മാണ് അല്ലേ? സുലൈമാൻ നബി വേറൊരു ദർജയാണ്. ലോകത്ത് മുഴുവനും പല പല സ്ഥലത്തും കാറ്റ് എന്ന് പറയുന്ന വാഹനത്തിലൂടെ സഞ്ചരിച്ച ആളാണ്. വലി സുലൈമാൻ അർരീഹ, ഖുർആനിന്റെ ഒരു വാക്കാണ് വലി സുലൈമാൻ അർരീഹ. സുലൈമാൻ നബിക്ക് റീഹിനെ, കാറ്റിനെ നമ്മൾ വാഹനമാക്കി കൊടുത്തു. ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ
ഗദ്ഗദസ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോ ദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ ജിന്നും മിൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗതലപതികൾ കധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദസ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോ ദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബായല്ലോ ഇരവിലും തൊട്ടാൽ കൈപ്പൊള്ളുന്നൊരു വെൺതരിമണലിൻ മധ്യത്തിൽ ഇരവിലും തൊട്ടാൽ കൈപ്പൊള്ളുന്നൊരു വെൺതരിമണലിൻ മധ്യത്തിൽ കൊട്ടാരത്തിന് തട്ടുകൾ 8 ഉണ്ട് 8 തട്ടുകൾ 8 ഏറ്റയും കുറുസുണ്ട് തൊന്നാരത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം വേറൊരു ഡിഗ്രിയാണ്. ലോകം മുഴുവനും അടക്കി ഭരിച്ച ആളാണ്. പകരയും എന്റെ നാട് തെന്നലയും ഒക്കെ ഭരിച്ചൊരു നബിയുണ്ട്. അതാണ് ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. സുഹൃത്തുക്കളെ, നബിമാരെ ദർജകൾ പലർക്കും പലതാണ്. അതേമാതിരി തന്നെ ഔലിയാക്കളും ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. എന്നാൽ അല്ലാഹ് പടച്ച ഔലിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദർജയുള്ള ഒരു മനുഷ്യൻ, ഒരു മഹാനായ മനുഷ്യനുണ്ട്. അതാരാ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയോ? നമ്മളെ അബ്ദുൽ കരീമാണ് ഉത്തരം പറഞ്ഞില്ലേ? പടച്ചോനെ അല്ലാഹു തആല ആ മഹാനായ വലിയന്റെ കൈപിടിക്കാൻ ആ സുഹൃത്തിനിക്കും ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ. ഏറ്റവും വലിയ വലിയ ആരാ മോനെ? അല്ലാഹ് പടച്ച ഔലിയാ. ആ മൂപ്പര് പറഞ്ഞെങ്കിൽ കേട്ടില്ലേ? ആ കാക്ക പറഞ്ഞ കേട്ടില്ലേ? എന്താ പറഞ്ഞത് കാക്ക? ഒന്ന് പറഞ്ഞു കൊടുക്ക്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ഔലിയാക്കളുടെ നേതാക്കളെ നേതാവ്. മുഹൈദ്ദീൻ ഷേഖ് സ്വഹാബിയാണോ? അല്ല. സ്വഹാബി എന്ന് പറഞ്ഞാല് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് റസൂലുള്ളാന്റെ അടുക്കൽ ഈമാനോടെ ജീവിച്ചവർ. മൻ ഇജ്തമഅ ബിനബിയിന, നമ്മളെ നബിയുടെ കൂടെ ഈമാനോടുകൂടി ഒരുമിച്ച് കൂടിയവർ. അവർക്കെല്ലാം അവരാ വലിയ ഔലിയാക്കളുടെ സാധാ ഔലിയാക്കളെ നേതാക്കളാണ്. ആര്? സ്വഹാബികള്. നിങ്ങൾ നോക്ക്, വഹ്ശി എന്ന് പറയുന്ന മനുഷ്യൻ അവരല്ലാന്റെ റസൂലിന്റെ സ്വഹാബിയായിട്ടുണ്ട്. സ്വഹാബി അകലോടുകൂടെ നിങ്ങൾ നോക്ക്, ആ മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ കൊല്ലണം. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ഫത്ഹ് മക്കന്റെ സമയത്ത്, മക്കം ഫത്ഹായ സമയത്ത് 16 ആളെ പേര് റസൂലുള്ളാഹി പറഞ്ഞു കൊല്ലണം നിങ്ങൾ അവരെ. ഞാനത് കണ്ടത് എന്റെ ഓർമ്മയിൽ നൂറുൽ യഖീൻ എന്ന് പറയുന്ന ഒരു കിതാബിലാണ്. എല്ലാ കിതാബിലും ഉണ്ടാവും, ഞാൻ കണ്ട ഓർമ്മ ഉള്ളത് പറയാൻ. നൂറുൽ യഖീൻ അതിൽ പറയുന്നുണ്ട്, മുഹമ്മദ് ഖുദരി ബക് എന്ന് പറയുന്ന ഒരു മിസ്രിയായ ഈജിപ്ഷ്യൻ പണ്ഡിതൻ ഉണ്ടാക്കിയ കിതാബാണ്. അതിൽ കണ്ടിട്ടുണ്ട് 16 ആളെ പേര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. കൊന്നുകളയണം അവരെ, നിങ്ങൾ വിടരുത്, കൊന്നുകളയണം. അതിൽ ആരൊക്കെയുണ്ട്? പലരുണ്ട്. സാറ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് കത്തുകൊണ്ടുപോയ പെണ്ണാണ്. അള്ളാന്റെ റസൂലിന്റെ സ്വകാര്യം ചോർത്തുന്ന കത്താണ്. അത് പിന്നെ പറയാം. എന്നാൽ കഅബ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയെ നിങ്ങൾ പിന്നെ സ്വഹാബി ആയതാണ്. ആദ്യം കൊടിയ മുശ്രിക്കാണ്, കണ്ട കൊന്നുകളയണം. 16-ൽപ്പെട്ട ഒരാളാണ്. ആര്? കഅബ് റളിയല്ലാഹു അൻഹു. ആരാമോനെ? മുഈൻ. കഅബ് റളിയല്ലാഹു അൻഹു. ആ കുട്ടി കഅബ് എന്നോരെ പേര് പറഞ്ഞു. സ്വർഗത്തിൽ ഞങ്ങളൊക്കെ കഅബ് എന്നോരെ ഖാദിമാക്കണേ അല്ലാഹ്. ആ കഅബിനെ കൊന്നുകളയണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അപ്പോഴാണ് ഒരു ലെറ്റർ കഅബ് എന്ന് പറയുന്ന ഇക്കാക്കാക്ക് അനുജനായ, നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് സ്വഹാബിയായ അനുജനായ ബുജൈർ
അനുജന്റെ പേരെന്താണ്? ബുജൈർ റളിയല്ലാഹു അൻഹു. ഒരു ലെറ്റർ കൊടുത്തയക്കുന്നു. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അൽഫിന്റെ ശറഹിൽ ആ ലെറ്റർ ഒരു ബൈത്താണ്, ഒരു പദ്യമാണ്. ആ പദ്യം നിദാഇന്റെ ബാബിലാണെന്നാണ് എന്റെ ഓർമ്മ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടെ തെളിവിന് കൊടുക്കുന്നുണ്ട്. വിഫാഖു കഅബു, യാ കഅബു എന്നാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അൽഫിന്റെ ശറഹിൽ തെളിവ് കൊടുക്കുന്ന ബൈത്താണ് അത്. ഏത്? വിഫാഖു കഅബു ബുജൈരിൻ മുൻഖിദുൽ ലക മിൻ തഅജീലി തഹ്ലുകത്തിൻ വൽ ഖുൽദി ഫീ സഖറാ. ഓ കഅബേ, പ്രിയപ്പെട്ട കാക്ക, നിങ്ങൾ ഈ ബുജൈറാകുന്ന എന്നോട് നിങ്ങൾ യോജിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നോളൂ. വിഫാഖു കഅബു, യാ കഅബു എന്നോടുള്ളത്. വിഫാഖു കഅബു ബുജൈരിൻ മുൻഖിദുൽ ലക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. മിൻ തഅജീലി തഹ്ലുകത്തിൻ, റസൂലുള്ളാഹിന്റെ കൊലക്കത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്താ കാര്യം? ഈ കഅബ് മഹാകവിയാണ്. കഅബ് ആരാണ്? മഹാസാഹിത്യകാരനാണ്. കഅബിന്റെ പാട്ട് കേട്ടാൽ, ശിഅർ കേട്ടാൽ ആളുകൾ മുഴുവനും അതിൽ ആകൃഷ്ടരാണ്. അങ്ങനെ അള്ളാഹിന്റെ റസൂലിനെ പറ്റി തെറിപ്പാട്ട് മാത്രം പാടുന്ന ആ പാട്ട് കേട്ടിട്ട് അള്ളാഹിന്റെ റസൂലിനോട് വല്ലാത്ത ദേഷ്യം ഉണ്ടാവുകയാണ് കേൾക്കുന്ന ആൾക്കാരൊക്കെ. അത്ര ഒരു കഴിവുള്ള ആളാണ് അല്ലേ? ആര്? കഅബ് റളിയല്ലാഹു അൻഹു. അപ്പൊ കഅബിന് കത്ത് വരികയാണ്, അനുജന്റെ കത്താണ്. എന്ത്? മിൻ തഅജീലി തഹ്ലുകത്തിൻ വൽ ഖുൽദി ഫീ സഖറാ. സഖറാകുന്ന നരകത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ, കാലാകാലവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും ദുനിയാവിൽ കൊലക്കത്തിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും നിങ്ങൾ എന്താകണം? ഈ പ്രിയപ്പെട്ട നിങ്ങളെ അനുജനാകുന്ന എന്നോട് ബുജൈറിനോട് യോജിക്കണം. അങ്ങനെ 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 മാറ്റം വരാൻ തുടങ്ങി. അദ്ദേഹം മഹാനവർകളുടെ ഖൽബ്, ഹൃദയത്തിൽ മാറ്റം വരാൻ തുടങ്ങി. ആരുടെ ഖൽബ്? ആരുടെ ഖൽബ്? ഉറക്കപ്പറി. കഅബ് റളിയല്ലാഹു തആല അൻഹു. മോനെ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിന് മാറ്റം വന്നത്. ഡോണ്ട് സ്പീക്ക്, വർത്തമാനം പറയാൻ പാടില്ല. അല്ലാഹു തആല തോനെ വർത്താനം സ്വർഗ്ഗത്തിൽ പോയി പറയാൻ ആ കുട്ടിയൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പം ഉണ്ടണ്ട, അവിടുന്ന് പറയാം. അങ്ങനെ വന്ന് റസൂലുള്ളാഹിയുടെ മുമ്പിൽ പാത്തും പതുങ്ങിയും വന്നിട്ട് അറബി സാഹിത്യത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കൽ പോയം, ഏറ്റവും വലിയ സാഹിത്യ സമ്പുഷ്ടമായ പാട്ട് അന്നും ഇന്നും എന്നും അറബ് സാഹിത്യകാരന്മാര് അത്ഭുതപ്പെടുകയാണ്. സയ്യിദുനാ കഅബിന്റെ സാഹിത്യം എന്നെ പോലെ അറബി ഭാഷയില്, അറബി ഭാഷാ സാഹിത്യത്തിൽ കഴിവില്ലാത്തവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂല. മർക്കസിൽ പഠിക്കുന്ന കാലത്ത് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞ പോലെ ഔലിയാക്കള്, സൂഫികള് എന്താന്നുള്ളത് ഞമ്മക്ക് തിരിയൂല. പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയോട് എന്നാൽ ഭാര്യ ഭർത്താക്കള് തമ്മിലുള്ള സുഖത്തിന്റെ രസം പറഞ്ഞ് മനസ്സിലാകാത്ത പോലെ ആ മഅരിഫത്തിന്റെ മധുരം, ഔലിയാക്കളായാലുള്ള മധുരം, വലിയായാലുള്ള മധുരം, അത് വലിയല്ലാത്ത നമ്മൾക്ക് തിരിയൂല എന്ന് എന്നെ പോലത്തെ സാധാരണക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ കഅബ് വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ അതാ സാഹിത്യത്തിന്റെ കെട്ടഴിക്കുകയാണ്. ബനത് സുഅദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റുഹാ ലം യുഫദ മക്ബൂലു. ആ സാഹിത്യത്തിന്റെ വലിയ വലിയ ഷെയർ, പദ്യം റസൂലുള്ളാഹിയുടെ മുമ്പിൽ പാടിയിട്ട് പിന്നെ പറയണം, ബിഅതു അന്ന റസൂലല്ലാഹി യൗഅദനി വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅമൂലു. അല്ലാഹുവിന്റെ റസൂൽ എന്നെ കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട്, എനിക്കറിയാം. ബിഅതു, എനിക്ക് വിവരം അറിഞ്ഞിട്ടുണ്ട്. എന്ത്? അന്ന റസൂലല്ലാഹി ഔഅദനി, റസൂലുള്ള എന്നെ കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ മാപ്പ് നൽകുന്ന ആളാണ്, ഉറപ്പാണ്. അത് മഅമൂലാണ്, ഉറപ്പുള്ള സംഗതിയാണ്. അങ്ങനെ പാടിയിട്ട് ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന വരിയെത്തിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹിന്റെ കഴുത്തിലുണ്ടായിരുന്ന ഷാൾ
എടുത്തിട്ട് ആ ഷാലെടുത്തിട്ട് കഅബിന് സമ്മാനം കൊടുത്തു. കഴിഞ്ഞ സെക്കൻഡ് വരെ അള്ളാന്റെ റസൂല് കൊല്ലാൻ വേണ്ടി പറഞ്ഞ ആളാണ്. ഹബീബായ തങ്ങളെ മുമ്പില് അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പാടിയപ്പോ വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലൂ. എത്ര വലിയ മഹാ തെറ്റുകൾ ചെയ്താലും അല്ലാഹ് പൊറുക്കുന്നല്ല പറയണത്. വൽ അഫു ഇൻദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പുറത്തു തരുന്ന റസൂല് വല്ലാത്ത അഫുവിന്റെ ആളാണ് കേട്ടോ. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ പാട്ടുപാടി റസൂലുള്ളാഹിന്റെ മഹത്വം, റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടിയ മഹാനാണ് സയ്യിദുനാ കഅബ് ഇബ്നു സുഹൈർ. കഅബ് എന്നവരെ വാപ്പാടെ പേരെന്താ? അതെ, ഉസ്താദുമാര് പറയുന്നുണ്ട് എന്ത് സുഹൈർ. ആ സുഹൈറും വല്ലാത്ത ബറക്കത്തുള്ള പാട്ടുകാരനാണ്. അതാണ് ബൂസീരി ഇമാം പറഞ്ഞില്ലേ, വലം ഉരിദ് സഹറത്തദ് ദുനിയല്ലതി ഖതഫത് യദാ സുഹൈരിൻ. സുഹൈർ എന്ന് പറയുന്ന കവി, അതേ അബൂ സുൽമ എന്ന് പറയുന്ന ആ രാജാവിന്റെ മഹത്വം പാടിയിട്ട് ദുനിയാവിന്റെ സമ്മാനം മോഹിച്ച പോലെ ഞാൻ മോഹിച്ചിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമാണ് മോഹിക്കുന്നത്. വലം ഉരിദ് സഹറത ദുനിയല്ലതി ഖതഫത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹരീമി. ഹരിം ഇബ്നു സുൽത്താൻ എന്ന് പറയുന്ന രാജാവിനെ പറ്റി മദ്ഹ് പാടിയിട്ട് ദുനിയാവിന്റെ സമ്മാനം കിട്ടിയത് അതല്ല എന്റെ ലക്ഷ്യം. വലം ഉരിദ് സഹറത ദുനിയല്ലതി ഖതഫത്. മാഷാ അല്ലാഹ്, ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ നല്ല ഉഷാറിൽ ബുർദ ചൊല്ലിയാണ്. ഇതാ ബുർദയിലിന് നേതൃത്വം കൊടുക്കുന്ന ആളെ പേരെന്താ? നിങ്ങളല്ലേ? മുതഅല്ലിമീങ്ങൾ ഒന്നിച്ചാണ്. ഞങ്ങളൊന്ന് ചൊല്ലിക്കാണി. അല്ലാഹു ആ മുതഅല്ലിമീങ്ങൾക്ക് ഞമ്മക്ക് എല്ലാവർക്കും എപ്പോഴും ബുർദ ചൊല്ലാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നിങ്ങൾ